പ്രിയപ്പെട്ടവരെ, നമസ്കാരം. എം നോട്ട്സിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എ കംപ്ലീറ്റ് കരിയർ പാത്ത് എന്നുള്ള ഈ എഡ്യൂക്കേഷൻ സീരീസിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് BA പ്രോഗ്രാമുകളിൽ ഏറ്റവും പ്രഗത്ഭമായ, ഏറ്റവും പ്രശസ്തമായ, ആനുകാലിക പ്രസക്തിയുള്ള, ലോകോത്തര നിലവാരമുള്ള 50 ഇഗ്നോ ഡിഗ്രി പ്രോഗ്രാമുകളെ പരിചയപ്പെടുകയാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് BA ഹിസ്റ്ററിയെ പറ്റിയാണ്. നിങ്ങൾക്കറിയാം, ഹിസ്റ്ററി എന്ന് പറയുന്നത് പണ്ട് ഉണ്ടായിരുന്ന ആ ഒരു ചരിത്ര പഠനത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സയന്റിഫിക് ഇമ്പാക്റ്റോടുകൂടി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്കുള്ള മുഖം എന്ന് പറയുന്നത് അന്തർദേശീയ മുഖമാണ്. പ്രാദേശികവും ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ള വിദ്യാർത്ഥികളെ കോർത്തിണക്കുക എന്നുള്ള സാർവത്രികമായ ലക്ഷ്യം. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഉപസംഘടനയായ യുനെസ്കോ ഇക്കൊല്ലവും ഈ ദശാബ്ദം ആഘോഷിച്ചു വരുന്നത് EFA എന്നുള്ള ആശയത്തിലാണ്, എഡ്യൂക്കേഷൻ ഫോർ ആൾ. അതുകൊണ്ട് തന്നെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉന്നത് ഭാരത് അഭിയാൻ എന്നുള്ള കാഴ്ചപ്പാടിൽ നൽകുന്നത് റീച്ച് ദി അൺറീച്ച്ഡ്, എഡ്യൂക്കേഷൻ അറ്റ് യുവർ ഡോർ സ്റ്റെപ്സ് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിലാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അതിന്റെ പഠനം നൽകുന്നത് തന്നെ. ഇഗ്നോയുടെ ആനുകാലികമായ ഈ കോഴ്സ് BA ഹിസ്റ്ററി എന്ന് കേൾക്കുമ്പോൾ ഒരു ട്രഡീഷണൽ അല്ലെങ്കിൽ ഒരു കണ്ടംപററി എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിലേക്ക് നമുക്ക് പോകേണ്ട കാര്യമില്ല. മറിച്ച് ഏറ്റവും കറണ്ട് ആയിട്ടുള്ള, ഏറ്റവും പുതിയ ഇൻഫർമേഷൻസ് കോർത്തിണക്കിക്കൊണ്ടാണ് ഇഗ്നോ നൽകുന്ന ഒബ്ജക്റ്റീവ്സ്. ഇപ്പൊ കരിക്കുലം ഒബ്ജക്റ്റീവ്സ്, പ്രധാനപ്പെട്ട 5 കരിക്കുലം ഒബ്ജക്റ്റീവ്സ് ആണ് ഇഗ്നോ കാഴ്ചവെക്കുന്നത്. അതിൽ ഒന്ന് അടിവരയിട്ട് നമുക്ക് മനസ്സിലാക്കി വെക്കാം, സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ആണ്, വൊക്കേഷണൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ്, ലൈഫ് സ്കിൽ ഓറിയന്റഡ് പ്രോഗ്രാം ആണ്. അത് കരിയർ സെലക്ഷന് ഏറ്റവും അനുയോജ്യമായ തരത്തിലാണ്. MA ഹിസ്റ്ററി എന്നുള്ള ഒരു പ്രോഗ്രാമിൽ ഞാൻ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു ഹിസ്റ്ററി ഡിഗ്രി ഹോൾഡർ, ഒരു ഹിസ്റ്ററി PG ഹോൾഡർ, ഒരു ഹിസ്റ്ററി ഡോക്ടറേറ്റ് ഹോൾഡർ എന്നുള്ള ലെവലിൽ നിങ്ങളെ കാത്ത് 70-ൽ പരം ജോലി സാധ്യത ഇന്ന് നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്നുള്ളതാണ്. സാധാരണ നമ്മൾ എല്ലാവരും ഒരു സോഷ്യൽ സയൻസ് ടീച്ചർ അതോടുകൂടി തീർന്നു. അതല്ല, 70-ൽ പരം നമ്മൾ കാണാത്ത പല മേഖലകൾ ഹിസ്റ്ററിയുടെ പിന്നിലും, പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ പിന്നിലും, പൊളിറ്റിക്കൽ സയൻസിന്റെ പിന്നിലും, ഡെവലപ്മെന്റ് സ്റ്റഡീസിന്റെ പിന്നിലും, ജെൻഡർ സ്റ്റഡീസിന്റെ പിന്നിലും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അതൊരു സോഷ്യോ പൊളിറ്റിക്കൽ, ഫിലോസോഫിക്കൽ, ഇന്റർ ഡിസിപ്ലിൻ പ്രോഗ്രാംസ് ആണ്. അതുകൊണ്ട് തന്നെ ഇഗ്നോയുടെ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സ്കിൽ ഡെവലപ്മെന്റിനാണ്, അതുപോലെ തന്നെ വൊക്കേഷണൽ ഡെവലപ്മെന്റിനാണ്, എൻഹാൻസ്മെന്റ് ഓഫ് ദ സ്കിൽ ടു ദി സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റി എന്നുള്ളതാണ്. രണ്ടാമത്തേത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ഡീപ്പ് സബ്ജക്ട് നോളജ് നൽകുക എന്നുള്ളതാണ്. ഒരു വിഷയത്തിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹിസ്റ്ററി എന്നുള്ള വിഷയത്തിൽ അതിലെ ഡീപ്പ് ഇൻഫർമേഷൻ, വെറും ഒരു പഴഞ്ചൻ സിദ്ധാന്തങ്ങൾക്ക് ഉപരിയായിക്കൊണ്ട് അത് റിസർച്ച് മെത്തഡോളജിയിൽ അടക്കം അപ്ലൈ ചെയ്യുന്ന ഏറ്റവും കൺകറന്റ് ആയിട്ടുള്ള, ആനുകാലികമായിട്ടുള്ള, സോ ഹൈലി എൻഹാൻസ്മെന്റ് പ്രോഗ്രാമാണ് ഇഗ്നോ നൽകുന്നത്. അപ്പൊ ഇഗ്നോയുടെ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഡീപ്പ് സബ്ജക്ട് നോളജ് നൽകുക എന്നുള്ളതാണ്. മൂന്നാമത്തത് നമുക്കറിയാം, ഇന്ന് ഈ ലോകം, പ്രത്യേകിച്ച് ഈ പാൻഡമിക് സിറ്റുവേഷനിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏത് അവസ്ഥയിലാണ്? വല്ലാത്ത അവസ്ഥയിലാണ് ഈ ലോകം. അതുപോലെ തന്നെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കൊണ്ട് ലോകം മുഴുവനും ഒരു മൂന്നാമത്തെ യുദ്ധത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. വെള്ളം എന്ന് പറയുന്നത് പെട്രോളിന്
പെട്രോളിനേക്കാൾ വില കൊടുക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇഗ്നോയിലെ ഡിഗ്രി ലേണർ കമ്പൾസറിയായി ചില സ്കിൽ ഓറിയന്റഡ് പ്രോഗ്രാംസ്, കമ്പൾസറി സ്കിൽ ഓറിയന്റഡ് പ്രോഗ്രാം എന്നുള്ള നിലക്ക് 2 സംഗതികൾ പഠിക്കേണ്ടതുണ്ട്. ഒന്ന് എൻവയോൺമെന്റൽ സ്റ്റഡി, മറ്റൊന്ന് കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ്. ഈ 2ഉം കമ്പൾസറി നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മളുടെ പ്രത്യേകിച്ച് മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉള്ള മേഖലയാണ് ഈ 2എണ്ണം. നമ്മളത് നന്നായി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ഈ പ്രോഗ്രാം സെലക്ട് ചെയ്യാം. 4ാമത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഏറ്റവും രസകരമാണ്. ഇഗ്നോ ഡിസൈൻ ചെയ്തിരിക്കുന്ന 4ാമത്തെ ഒബ്ജക്റ്റീവ്, വിച്ച് ഈസ് ഇന്റർഡിസിപ്ലിനറി, ഇന്റർ സബ്ജക്ട്സ്. ഒരു ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 വിഷയം മാത്രമല്ല. നമുക്കറിയാം ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഫിലോസഫി, ചിലർ പൊളിറ്റിക്കൽ സയൻസ്, അല്ലെങ്കിൽ ചിലർ എക്കണോമിക്സ്, അല്ലെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററി, ചിലർ വേൾഡ് ഹിസ്റ്ററി, ചിലർ ഇസ്ലാമിക് ഹിസ്റ്ററി. ഹിസ്റ്ററിയിലേക്ക് തന്നെ 2ഓ 3ഓ മുഖം, വേറെ മുഖങ്ങൾ കൊടുത്തിട്ട് അങ്ങനെയല്ല. ഇന്റർ ഡിസിപ്ലിനറി ഒരു സബ്ജക്ട് എന്നുള്ളതിലുപരി ആയിക്കൊണ്ട്, സപ്പോസ് ഇപ്പൊ നിങ്ങൾ ഹിസ്റ്ററിയാണ് പഠിക്കുന്നത്, ഒപ്പം എഡ്യൂക്കേഷൻ, ഹിസ്റ്ററിയാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ സൈക്കോളജി, ഹിസ്റ്ററിയാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ ജെൻഡർ സ്റ്റഡീസ്, ഹിസ്റ്ററിയാണ് പഠിക്കുന്നത് ഒപ്പം തന്നെ നമുക്ക് മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ. നമ്മൾ ഒരിക്കലും ബന്ധപ്പെടാൻ സാധ്യതയില്ലാത്ത ചില സംഗതികൾ, ഹിസ്റ്ററിയും മാത്തമാറ്റിക്സും. ആ ഒരു കോമ്പിനേഷനെ പറ്റി ആലോചിച്ച് നോക്കൂ. വളരെ രസകരമാണ് ഇഗ്നോ അതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട്, പബ്ലിക് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട്, ആന്ത്രപ്പോളജിയുമായി ബന്ധപ്പെട്ട്, ഇതെല്ലാം ഓരോ പർട്ടിക്കുലർ കൊല്ലത്തിൽ ചില പ്രോഗ്രാംസ്, ചില കോഴ്സസ് നമ്മൾ എടുക്കേണ്ടതുണ്ട്. അത് എങ്ങനെയാണ് എന്ന് ഞാൻ വിശദീകരിച്ച് മനസ്സിലാക്കി തരാം. 4ാമത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, 5ാമത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഗതി യൂണിവേഴ്സൽ സിറ്റിസൺ എന്നുള്ള അർത്ഥത്തിലാണ്. ഒരു വിശ്വപൗരനാക്കി നിങ്ങളെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ഇഗ്നോയിലെ കരിക്കുലം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ 5 ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഇഗ്നോ ഫോളോ ചെയ്യുന്ന ഡിഗ്രി പാറ്റേൺ എന്ന് പറയുന്നത് വർഷങ്ങളായി തന്നെ ഉള്ള പാറ്റേൺ ആണ്. ക്രെഡിറ്റ് സിസ്റ്റത്തിലൂടെ പ്രോഗ്രാംസ് അച്ചീവ് ചെയ്യുക എന്നുള്ളത്. എന്റെ മുൻ വീഡിയോസിൽ, ഇഷ്ടംപോലെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, വാട്ട് ഈസ് എ ക്രെഡിറ്റ്, വാട്ട് ഈസ് എ ക്രെഡിറ്റ്. ഒരു ക്രെഡിറ്റ് എന്ന് പറഞ്ഞത് എന്താണ്? ആയിരക്കണക്കിന് മെസ്സേജുകളെ പലരും സംശയങ്ങൾ ചോദിച്ചതിലൂടെയാണ് ഞാൻ ഒരു 17-20 പരം വീഡിയോസിൽ ക്രെഡിറ്റിനെ പറ്റി തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇവിടെ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം ആണ് ഇഗ്നോ ഫോളോ ചെയ്യുന്നത്. ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം. ചോയ്സ് നമ്മളാണ് തിരഞ്ഞെടുക്കേണ്ടത്. അൺക്രൗണ്ടഡ് കിങ് ആയിട്ടുള്ള ലേണർ ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഞാൻ ഈ 1ാമത്തെ വർഷം 1ാമത്തെ സെമ്മിൽ ഏത് സബ്ജക്ട് അഥവാ ഏത് പേപ്പർ അഥവാ ഏത് കോഴ്സ് ആണ് പഠിക്കേണ്ടത്. 2ാമത്തെ സെമ്മിൽ അഥവാ 1ാമത്തെ വർഷത്തിലെ സെക്കൻഡ് പാർട്ടിൽ ഞാൻ ഏതാണ് പഠിക്കേണ്ടത്. 2ാമത്തെ വർഷത്തിലെ 1ാമത്തെ സെം അഥവാ 3ാമത്തെ സെമ്മിൽ ഞാൻ ഏതൊക്കെ സബ്ജക്റ്റ് ആണ് പഠിക്കേണ്ടത്. 4ാമത്തതിൽ ഞാൻ ഏത് സബ്ജക്റ്റ് ആണ് പഠിക്കേണ്ടത്. 5ാമത്തെ സെം 3ാമത്തെ വർഷത്തിലെ ആദ്യത്തെ സെമ്മിൽ ഞാൻ ഏതാണ് പഠിക്കേണ്ടത്. 3ാമത്തെ വർഷത്തിലെ അവസാനത്തെ സെമ്മിൽ ഞാൻ ഏതാണ് പഠിക്കേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള അതിനുള്ള ഡിസിപ്ലിൻസ് അഥവാ പേപ്പേഴ്സ് അഥവാ സബ്ജക്ട് തിരഞ്ഞെടുക്കാനുള്ള അവകാശം നിങ്ങൾക്കാണ് ഉള്ളത്. അപ്പൊ ഈ ഒരു പ്രോഗ്രാംസിന് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. നേരത്തെ ഞാൻ 5 ഒബ്ജക്റ്റീവ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. ഇനി മറക്കാതിരിക്കാനുള്ള ഒരു 5 കോമ്പണൻസ് അഥവാ കാറ്റഗറീസ്. ഇഗ്നോ 5 ഘടകങ്ങളിലൂടെയാണ് ഈ പ്രോഗ്രാം നമുക്ക് ഡെലിവറി ചെയ്യുന്നത്. കമ്പൾസറി 5 തരത്തിലുള്ള കോഴ്സസ്. 1 കോർ കോഴ്സസ്, 2 ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ്സ്. 1 കോർ കോഴ്സസ്, 2 ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ്സ്, എലക്റ്റീവ് കോഴ്സസ്. 3 എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൾസറി കോഴ്സസ്. ഓക്കെ, ECC എബിലിറ്റി എൻഹാൻസ്മെന്റ്, കഴിവ് പരിപോഷിപ്പിക്കുക. എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൾസറി കോഴ്സസ്. 4 സ്കിൽ എൻഹാൻസ്മെന്റ്. നേരത്തെ എബിലിറ്റി, ഇവിടെ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ്. 5ാമത്തത് ജനറിക് കോഴ്സസ്.
ജനറിക് കോഴ്സസ്. ഇങ്ങനെ 5 കോമ്പണന്റ് വീണ്ടും ഒന്ന് ഓർത്ത് വെച്ചോളൂ. കോർ കോഴ്സസ്, discipline specific elective courses, ability enhancement compulsory courses, skill enhancement courses, generic electives. ഈ 5 പാറ്റേണിലൂടെയാണ് ഇഗ്നോ നമുക്ക് പ്രോഗ്രാമുകൾ തരുന്നത്. പ്രിയപ്പെട്ടവരെ, ആകെ നമ്മൾ പഠിക്കുന്നത് 132 ക്രെഡിറ്റ് ആണ്. ഫസ്റ്റ് സെം, സെക്കൻഡ് സെം, തേർഡ് സെം, ഫോർത്ത് സെം, ഇങ്ങനെ 6 സെമ്മിലൂടെ അഥവാ 3 കൊല്ലം നമ്മൾ 132 ആണ് എടുക്കുന്നത്. 132 ക്രെഡിറ്റ് നമ്മൾ അച്ചീവ് ചെയ്തിരിക്കണം. ഈ 132 ക്രെഡിറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഇയറില് മൊത്തം കോർ കോഴ്സസിലെ 72 എലക്ടീവ്സ് ആണ് ഉള്ളത്. 72 കോഴ്സസ് ആണുള്ളത്, നോട്ട് എലക്ടീവ്സ്, സോറി. 72 ക്രെഡിറ്റ് നമ്മൾ അച്ചീവ് ചെയ്തിരിക്കണം. കോർ കോഴ്സസ് എന്നുള്ള അർത്ഥത്തിൽ 72, അതിൽ ഏറ്റവും കൂടുതൽ വിഷയം നമ്മൾ പഠിച്ചിട്ടുള്ള ആ പേരിലാണ് നമ്മൾ അറിയപ്പെടുക. ഇപ്പൊ BA ഹിസ്റ്ററിയാണ് ഞാൻ പറയുന്നതെങ്കിൽ ഹിസ്റ്ററിയിൽ കൂടുതൽ കോഴ്സസ് നമ്മൾ സെലക്ട് ചെയ്യും. അങ്ങനെ ഈ 72 ചില ലാംഗ്വേജസ് ഉണ്ട്. ആ ലാംഗ്വേജ് ഒഴികെ ബാക്കിയുള്ള പേപ്പേഴ്സിനെ ആണ് നമ്മൾ, കോഴ്സസിനെയാണ് നമ്മൾ നമ്മളുടെ BA ഹിസ്റ്ററി എന്നുള്ള ആ ഒരു മേഖലയിലേക്ക് വരുന്നത്. പിന്നെ SPE ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്ടീവ്സിന് 24 ക്രെഡിറ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസ് എന്നുള്ള നിലക്ക് 8 ക്രെഡിറ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് എന്നുള്ളതിൽ 16 ക്രെഡിറ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ജനറിക് അല്ലെങ്കിൽ ഇന്റർ ഡിസിപ്ലിനറി എലക്ടീവ് എന്നുള്ളതിൽ 12 ക്രെഡിറ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. എഴുതിയെടുത്തോളൂ. ആദ്യത്തെ ഈ ഒരു പ്രാവശ്യം നന്നായി നിങ്ങൾ വീഡിയോ കേട്ട് മനസ്സിലാക്കിയാൽ, ഒരു ജോക്കിനുള്ളതോ അല്ലെങ്കിൽ ഒരു തമാശക്കുള്ളതോ എന്തെങ്കിലും ഒരു തമാശ വീഡിയോ കാണുന്ന ആ ഒരു ലാഘവത്തോടു കൂടി ദയവ് ചെയ്ത് നോട്ട്സ് കാണരുത്. ദിസ് ഇസ് സംതിങ് സീരിയസ് സ്റ്റഡി. ഇന്ന് നിങ്ങൾ വളരെ ഭംഗിയായിട്ട് ഇത് കേട്ട് മനസ്സിലാക്കി ചെയ്താൽ ഇതൊരു ക്ലാസ് ആണ് എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ, ഇതൊരു ഓറിയന്റേഷൻ പ്രോഗ്രാം ആണ് എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ നിങ്ങൾ ഈ വീഡിയോ കാണുക. ഈ വീഡിയോയിലെ പരിപൂർണമായും നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ് പറയുന്നത്. നിങ്ങൾ കേൾക്കാത്ത പുതിയ പദങ്ങളാണ് ഈ പറയുന്നത്. നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ കേൾക്കാത്ത പുതിയ പദങ്ങളാണ് ഇത് പറയുന്നത്. ഞങ്ങൾ 20 കൊല്ലത്തോളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില വാക്കുകളാണ് ഇതൊക്കെ, ഈ ടെർമിനോളജീസ്, എഡ്യൂക്കേഷണൽ ടെക്നോളജിയിൽ ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ വാക്കുകൾ. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കോഴ്സസ് എത്രയൊക്കെയാണ്, എത്ര ക്രെഡിറ്റ് എന്ന് നിങ്ങളുടെ ഒരു ബുക്കിൽ എഴുതി വെച്ചോളൂ. അത് മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. ഇത് കൃത്യമായി നിങ്ങൾ ഒബ്സർവ് ചെയ്തില്ല എങ്കിൽ നാളെ കൂട്ടുകാരുടെ മുമ്പിൽ നിങ്ങൾ നാണം കെടേണ്ടി വരും. നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരുടെ മുമ്പിൽ നാണം കെടേണ്ടി വരും. നിങ്ങളുടെ രക്ഷിതാക്കളുടെ മുമ്പിൽ നാണം കെടേണ്ടി വരും. അത് കൃത്യമായി എഴുതി മനസ്സിലാക്കി വെക്കുക. യെസ്, വി ക്യാൻ സ്റ്റാർട്ട് വൺസ് മോർ അഗൈൻ. ഏതൊക്കെയാണ് കോർ കോഴ്സസ്? ടോട്ടൽ ഫോർ 3 years 72 ക്രെഡിറ്റ്സ്. ആ 72 ക്രെഡിറ്റ് നമ്മൾ ഈ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും മാത്രമാണ് സെലക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും. അപ്പൊ 4 ആക്കി ഇതിനെ ഡിവൈഡ് ചെയ്യുക. 72നെ 18, 18, 18, 18. അപ്പൊ 18 4 ഡിവൈഡ് ചെയ്താൽ ആ 18നെ വീണ്ടും നമ്മൾ 4 ഡിവൈഡ് ചെയ്താൽ അപ്പോ 72, 18, 18, 36, 36, 36, 72. അപ്പൊ 18 ഒരു സെമ്മില്. 6 വീതം അതിൽ ഡിവൈഡ് ചെയ്താൽ നമുക്ക് 3 എണ്ണമാണ് നമുക്ക് എടുക്കാനുള്ളത്. 3 കോഴ്സാണ് സെലക്ട് ചെയ്യാനുള്ളത്. അതിൽ ഒന്ന് ഫസ്റ്റ് ഇയറിലും ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലും ലാംഗ്വേജ് ആണ്, പ്രാദേശിക ഭാഷയാണ്. ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലും. തേർഡ് സെമ്മിലും ഫോർത്ത് സെമ്മിലും അഥവാ 2ാമത്തെ വർഷം ഇംഗ്ലീഷോ ഹിന്ദിയോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഭാഷ പഠിച്ചിരിക്കണം. അപ്പൊ ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലും പ്രാദേശിക ഭാഷ, തേർഡ് സെമ്മിലും ഫോർത്ത് സെമ്മിലും അഥവാ സെക്കൻഡ് ഇയറിലെ 2 സെമ്മിലുമായിട്ട് ഇംഗ്ലീഷോ അല്ലെങ്കിൽ ഹിന്ദിയോ എന്നുള്ള ഒരു പ്രോഗ്രാം. പിന്നെ ഈ പറഞ്ഞതുപോലുള്ള ഓരോ സെമ്മിലും 2 സബ്ജക്റ്റുകൾ വീതം നമ്മൾ പഠിക്കുന്നു. അത് ഒരേ സബ്ജക്റ്റിന്റെ 2 പേപ്പർ ആകാം, അല്ലെങ്കിൽ 2 സബ്ജക്റ്റിന്റെ ആകാം. ഇപ്പൊ നിങ്ങൾ ഒരേ പേപ്പറിന്റെ 2 സബ്ജക്റ്റ് എടുത്താൽ
തേർഡ് ഇയറിലും സെക്കൻഡ് ഇയറിലും നിങ്ങൾ വേറെ സബ്ജക്ട് എടുക്കേണ്ടി വരും. ഇന്റർ ഡിസിപ്ലിൻ എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അത് അല്ലെങ്കിൽ ഇപ്പൊ തന്നെ വെവ്വേറെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഏത് വിഷയത്തിലാണോ നമ്മൾ BA എന്ന് പറയേണ്ടത് ആ വിഷയത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നമുക്ക് സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും ഓരോ പേപ്പർ നമുക്ക് എടുക്കാവുന്നതാണ്. സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് ആയിട്ടും ജനറിക് കോഴ്സ് ആയിട്ടും നമുക്ക് അവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, ഫസ്റ്റ് സെമ്മില് ഹിന്ദി ലാംഗ്വേജ്, ഹിന്ദി, ഇംഗ്ലീഷ്, ഉറുദു, സംസ്കൃതം, മലയാളം, അങ്ങനെയുള്ള കുറെ പ്രാദേശിക ഭാഷകളും ഒപ്പം തന്നെ നമ്മുടെ ദേശീയ ഭാഷയും ആയിട്ടുള്ളതിൽ നിന്ന് 135 എന്നുള്ള നമ്പർ വരുന്ന ആ കോഴ്സുകളിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യണം. എഴുതിയെടുത്തോളൂ. 135 എന്ന കോഡോടുകൂടി വരുന്ന ഒരെണ്ണം സെലക്ട് ചെയ്യണം. അതിനെ BHDLA, BEG എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ്, HD എന്ന് പറഞ്ഞാൽ ഹിന്ദി, UD എന്ന് പറഞ്ഞാൽ ഉറുദു, SK എന്ന് പറഞ്ഞാൽ സംസ്കൃതം എന്നൊക്കെ പിന്നീട് നിങ്ങൾ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കും. അപ്പോ ഈ 135 എന്നുള്ള ഈ പാറ്റേണിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം, പിന്നെ താഴെ പറയുന്ന ഏതെങ്കിലും രണ്ടെണ്ണം. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹിസ്റ്ററി ആയതുകൊണ്ട് 131 എന്നുള്ള വിഭാഗത്തിൽ നിന്ന് ഒരെണ്ണവും, അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ഒരു ഭാഷയായിട്ടോ ഏതെങ്കിലും ഒരെണ്ണവും കൂടി നമ്മൾ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അത് ഇംഗ്ലീഷ് ആയിട്ടോ അല്ലെങ്കിൽ ഹിന്ദി ആയിട്ടോ ഉറുദു ആയിട്ടോ വേറെ ഏതെങ്കിലും രൂപത്തിൽ നമുക്ക് ഒരെണ്ണം അവിടെ പഠിക്കാം. അപ്പൊ രണ്ടെണ്ണം നമുക്ക് പഠിക്കേണ്ടതുണ്ട്. 131 എന്നുള്ള മേഖലയിൽ രണ്ടെണ്ണം പഠിക്കേണ്ടതുണ്ട്. അപ്പൊ ഹിസ്റ്ററി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പറയാം BHIC 131 കമ്പൾസറി. പിന്നെ വേണമെങ്കിൽ ആന്ത്രപ്പോളജിയോ എക്കണോമിക്സോ പൊളിറ്റിക്കൽ സയൻസോ പബ്ലിക് അഡ്മിനിസ്ട്രേഷനോ സോഷ്യോളജിയോ മാത്തമാറ്റിക്സോ അതുപോലെ തന്നെ നമുക്ക് ഇംഗ്ലീഷോ ഹിന്ദിയോ ഉറുദുവോ സംസ്കൃതമോ ഫിലോസഫിയോ എൻവയോൺമെന്റൽ സ്റ്റഡിയോ അങ്ങനെ ഏതെങ്കിലും വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. ചുരുക്കത്തില് 3 കോഴ്സ് അവിടെ നമ്മൾ ചെയ്തു. പിന്നെ നമുക്ക് ഉള്ളത് ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്ടീവ്സ് ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലും നമുക്ക് പഠിക്കേണ്ടതില്ല. പിന്നെ ഉള്ളത് നമുക്ക് എൻവയോൺമെന്റൽ സ്റ്റഡിയാണ്, എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസ് എന്നുള്ള BEVAE. നോട്ട് ചെയ്ത് വെച്ചോളൂ. BEVAE 181. ആ 181 എന്നുള്ളത് ഒറ്റ പാറ്റേണേ വരുന്നുള്ളൂ കേട്ടോ. അത് നമുക്ക് ഫസ്റ്റ് സെമ്മിൽ ഒന്ന് പഠിക്കേണ്ടതുണ്ട്, സെക്കൻഡ് സെമ്മിലും ഒന്ന് പഠിക്കേണ്ടതുണ്ട്. 181 പിന്നെ 182. ആ 182 സെക്കൻഡ് സെമ്മിലാണ് നമ്മൾ എടുക്കേണ്ടത്. ഫസ്റ്റ് സെമ്മിൽ നിർബന്ധമായിട്ടും, അപ്പൊ ഫസ്റ്റ് സെമ്മും സെക്കൻഡ് സെമ്മും ഫസ്റ്റ് ഇയറിൽ തന്നെ രജിസ്റ്റർ ചെയ്യുന്നത് കൊണ്ട് ഈ രണ്ടെണ്ണവും നമ്മൾ എടുക്കുക. 181 എന്നുള്ളത് എൻവയോൺമെന്റൽ സ്റ്റഡിയാണ്. 182 എന്നുള്ളതിൽ അവസാനിക്കുന്നത് BEGAE 182. അത് ഇംഗ്ലീഷിന്റെ ഈ പ്രോഗ്രാമാണ്, കമ്പൾസറി എൻഹാൻസ്മെന്റ് പ്രോഗ്രാം. ഓർ ഹിന്ദിയിലെ BHDAE എന്ന് പറയുന്ന 182. അപ്പൊ 181ഉം 182ഉം ഇവിടെ എടുക്കാനുള്ളതാണ്. 2 ലാംഗ്വേജ് എടുക്കാനുണ്ട്. ചുരുക്കത്തിൽ നമ്മൾ 4 പേപ്പർ വീതം ഫസ്റ്റ് ഇയറിൽ എടുക്കുന്നു. അങ്ങനെ മൊത്തം നമ്മൾ എടുക്കാനുള്ള ക്രെഡിറ്റുകൾ ഓരോന്നിലും 24 ക്രെഡിറ്റ്, 24 ക്രെഡിറ്റ്, 24 ക്രെഡിറ്റ്, 24 ക്രെഡിറ്റ് വീതം നമ്മൾ 6 സെമ്മിലും കൂടി നമ്മൾ എടുത്തിട്ട് 132 കോഴ്സായി 132 ഡിഗ്രിക്കുള്ളത് 132 ക്രെഡിറ്റിനുള്ള ഡിഗ്രി നമ്മൾ സ്വായത്തമാക്കുന്നു. ഹിസ്റ്ററി എടുക്കുന്ന കുട്ടികളുടെ തേർഡ് സെമ്മിലേക്കുള്ള പേപ്പേഴ്സ് ഞാൻ പറഞ്ഞു തരാം. BHDLA 137. HD സെന്ററിൽ വന്നാൽ അത് ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് EG. ആ 137 അത് ഓർത്തു വെക്കുക. അപ്പൊ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ 137 എന്നുള്ളതിൽ ഒരെണ്ണം, 6 ക്രെഡിറ്റ്. പിന്നെ താഴെ പറയുന്ന രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും രണ്ടെണ്ണം. അത് 133കളിൽ നിന്ന്, നേരത്തെ നമ്മൾ പറഞ്ഞത് 131കളിൽ ഫസ്റ്റ് സെം, 132ൽ സെക്കൻഡ് സെം. ഇപ്പോൾ തേർഡ് സെമ്മില് 133 എന്നുള്ള വിഭാഗത്തിൽ നിന്ന് രണ്ടെണ്ണം. അത് തേർഡ് സെം. 134 എന്നുള്ള വിഭാഗത്തിൽ നിന്ന് നമുക്ക് സെക്കൻഡ് രണ്ടാമത്തെ ഈ
കോർ കോഴ്സ് ആയിട്ട് സബ്ജക്റ്റ് ആയിട്ട് എനി ടു കോഴ്സ് ഫ്രം ദി കോർ കോഴ്സസ് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഹിസ്റ്ററിയാണ് എടുക്കുന്നത് എങ്കിൽ BHIC 134. അപ്പൊ 133 134. ഫസ്റ്റ് സെമ്മില് 131, സെക്കൻഡ് സെമ്മില് 132, തേർഡ് സെമ്മില് 133, ഫോർത്ത് സെമ്മില് 134. ഈ സന്ദർഭത്തില് നമുക്ക് ജനറിക് എബിലിറ്റി എൻഹാൻസ്മെന്റ് പ്രോഗ്രാം നമുക്ക് പഠിക്കാൻ ഇല്ല. അതുപോലെ തന്നെ ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്ടീവ്സും പഠിക്കേണ്ടതില്ല. മറിച്ച് സ്കിൽ എൻഹാൻസ്മെന്റ് പ്രോഗ്രാം എന്നുള്ളത് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. സ്കിൽ എൻഹാൻസ്മെന്റ് പ്രോഗ്രാമില് 183 സെമ്മിന് 183, 185 എന്നീ കോഡുകളിൽ വരുന്നതാണ് നമ്മൾ എടുക്കുക. അധികവും 183 എന്നുള്ളതായിരിക്കും ഉണ്ടാവുക. 183 എന്ന് പറയുന്ന കോഡ് ഉള്ളതാണ് ഹിസ്റ്ററിക്ക് ഉള്ളത് എന്ന് മനസ്സിലാക്കുക. ഫോർത്ത് സെമ്മിലേക്ക് പോവുകയാണ് എങ്കിൽ 184 എന്നുള്ള പ്രോഗ്രാമിൽ 184 എന്ന കോഡ് വരുന്ന കോഴ്സസ് ആണ് നമുക്ക് എടുക്കേണ്ടത്. ചുരുക്കത്തിൽ ഓരോ സെമ്മിലും നമുക്ക് ഇങ്ങനെ മൊത്തം നമുക്ക് പഠിക്കാനുള്ളത് നേരത്തെ ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞത് ഓർക്കുക. ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ചേർന്ന് ആദ്യത്തെ 4 സെമസ്റ്ററിലെ കോർ കോഴ്സ് 72 ക്രെഡിറ്റും അവസാന വർഷത്തിൽ 2 സെമ്മിലായിക്കൊണ്ട് ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്ടീവ്സ് എന്നുള്ള നിലക്ക് 24 ക്രെഡിറ്റ് നമുക്ക് അവിടെ എനി ടു എന്നുള്ളത് തേർഡ് ഇയറിൽ പഠിക്കേണ്ടതുണ്ട്. എബിലിറ്റി എൻഹാൻസ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലുമായിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ആകെ 8 ക്രെഡിറ്റ് ആണ് അവിടെ പഠിക്കാനുള്ളത്. തേർഡ് സെമ്മ്, ഫോർത്ത് സെമ്മ്, ഫിഫ്ത്ത് സെമ്മ്, സിക്സ്ത് സെമ്മിലായിട്ട് ഏതെങ്കിലും ഒരു കോഴ്സ് സെലക്ട് ചെയ്തുകൊണ്ട് അങ്ങനെ 2 കൊല്ലവുമായി 16 ക്രെഡിറ്റ് ആണ് നമുക്ക് ഈ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് പഠിക്കാനുള്ളത്. അതുപോലെ ജനറിക് അല്ലെങ്കിൽ ഇന്റർ ഡിസിപ്ലിനറി കോഴ്സ് എന്നുള്ള നിലക്ക് 12 ക്രെഡിറ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ആകെ 132 ക്രെഡിറ്റ് ആണ് നമ്മൾ പഠിക്കാനുള്ളത്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് കൃത്യമായി മനസ്സിലാക്കുക. മനസ്സിലായില്ല എങ്കിൽ റീവൈൻഡ് ചെയ്ത് ബാക്കിലേക്ക് പോയി ഒന്നും കൂടി പോസ് ചെയ്ത് കേട്ട് മനസ്സിലാക്കുക. അല്ലെങ്കിൽ നാളെ മറ്റുള്ള ഒരാളുടെ മുമ്പിൽ ഞാൻ ഏത് കോഴ്സാണ് ചെയ്യുന്നത്, പലപ്പോഴും വാട്സപ്പ് ഗ്രൂപ്പിലെ കുട്ടികൾ തമ്മിൽ പറയുന്ന ഒരു തമാശയാണ്, ഞാൻ എന്താണ് പഠിക്കുന്നത് എന്ന് എനിക്ക് തന്നെ അറിയില്ല എന്ന്. അതിന് വേറെ ഒരു കുട്ടിയുടെ ഒരു ടാറ്റു കമന്റും ഒരു ചിഹ്നവും ഒരു ചിത്രവും എല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സപ്പ് ഗ്രൂപ്പിൽ. അങ്ങനെ പരസ്പരം സ്വയം എളിഭ്യരാകാതെ, അതിനുള്ള അവസരം കൊടുക്കാതെ തുടക്കത്തിലെ കാര്യങ്ങൾ വളരെ നന്നായി മനസ്സിലാക്കുക. വീണ്ടും ഞാൻ അഷ്വർ ചെയ്യുന്നു, ലോകോത്തര സർവകലാശാലയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഒരു ഇന്റർവ്യൂവിന് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നു എന്ന് കരുതുക. 100 പേര് ഉള്ള ഒരു സദസ്സില് നിങ്ങളുടെ കയ്യിൽ ഒരു 2 പേർക്ക് 5 പേർക്ക് ഇഗ്നോയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട് എങ്കിൽ ആരോട് വേണമെങ്കിലും വെല്ലുവിളിയോടുകൂടി ചോദിച്ചു നോക്കിക്കോളൂ. ഏറ്റവും റാങ്ക് കൂടുതലുള്ളത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രികൾക്കും അതിന്റെ PGകൾക്കും അതിന്റെ ഡിപ്ലോമ പ്രോഗ്രാംസിനും അതിന്റെ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസിനും അതിന്റെ PhD പ്രോഗ്രാംസിനുമാണ് എന്ന് മനസ്സിലാക്കുക. ഏറ്റവും തലയെടുപ്പുള്ള മനോഹരമായ യൂണിവേഴ്സൽ സിറ്റിസൺ എന്നുള്ള ഉത്തമ പൗരന്റെ റോളിലേക്ക്, ഒരു അന്താരാഷ്ട്ര പൗരൻ എന്നുള്ള ഒരു വിശ്വ പൗരൻ എന്നുള്ള നിലയിലേക്ക് തലയെടുപ്പോടുകൂടി എത്തിച്ചേരാൻ, ആ ലെവലിലേക്ക് വരാൻ ഈ പ്രോഗ്രാമുകൾ, ഇഗ്നോയിലെ ഈ പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് സഹായകമാകും എന്ന് വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മുബാറക് മാസ്റ്റർക്ക് നിങ്ങളോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ആയിരക്കണക്കിന് കുട്ടികൾ, ലക്ഷക്കണക്കിന് തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഇന്ത്യക്കകത്തും വിദേശത്തുമായി ഇനി എന്ത് എന്നറിയാതെ പാതി വഴിയിൽ പഠനം മുടങ്ങിയ എത്രയോ ആളുകളുണ്ട്. അവർക്ക് വളരെ മനോഹരമായി വീട്ടിലിരുന്ന്, നാട്ടിലിരുന്ന് ഡെയിലി 1 മണിക്കൂർ 2 മണിക്കൂർ വളരെ മനോഹരമായ സ്റ്റഡി മെറ്റീരിയലിലൂടെ കടന്നു പോകാവുന്ന ഒരു ഡിസൈനാണ്, ഒരു പാറ്റേൺ ആണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന ഡിഗ്രി പ്രോഗ്രാം. നിങ്ങളുടെ ഈ ഡിഗ്രിയിൽ നിങ്ങൾ മനോഹരമായി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പ് പറയുന്നു, ഇഗ്നോയിലെ പാറ്റേൺ നിങ്ങളെ PGയിലേക്ക് എത്തിക്കും. മനോഹരമായ 32 PG പ്രോഗ്രാമിന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വീഡിയോസ് കാണുക. ഉറപ്പാണ് നിങ്ങൾ PhD ലെവലിലേക്ക് പോയിരിക്കും.
ഒരു സംശയവുമില്ല. ഏറ്റവും തലയെടുപ്പുള്ള വ്യക്തിത്വത്തിന്റെ ഉടമകളായി നിങ്ങൾ മാറണമെങ്കിൽ, ഏറ്റവും നല്ല തൊഴിൽ ദായകരുടെ മുമ്പിൽ ഏറ്റവും നല്ല ഒരു സേവകനായി നിങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ, ഉൾക്കാമ്പ് ഉള്ള അന്തസ്സോടുകൂടി തൊഴിൽ സ്കിൽ നൈപുണ്യം നേടിയിട്ടുള്ള നല്ല വിദ്യാർത്ഥി സമൂഹമായിട്ട് നിങ്ങൾക്ക് മാറാൻ കഴിയട്ടെ എന്ന് ഞാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. എം നോട്ട്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക്, നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക്, മാതാപിതാക്കൾക്ക്, സാമൂഹ്യ പ്രവർത്തകർക്ക് ഇത് ഷെയർ ചെയ്യാനും ഇത് പബ്ലിഷ് ചെയ്യാനും നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഒപ്പം തന്നെ അവതരണത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പിഴകൾ, ഒരു 57 വയസ്സുകാരന്റെ ഒരു രോദനം എന്ന് വേണമെങ്കിൽ നിങ്ങൾ കരുതിക്കോളൂ. അവതരണത്തിന്റെ ശൈലിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ് ചെയ്യണമെങ്കിൽ ഇതിലുള്ള ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ട് എന്നെ വിളിക്കാവുന്നതാണ്, വാട്സപ്പ് ചെയ്യാവുന്നതാണ്, പബ്ലിക് കമന്റ് നിങ്ങൾക്ക് ഇടാവുന്നതാണ്. ലൈക്ക് ചെയ്യണം, തൃപ്തികരമല്ല എങ്കിൽ നിർബന്ധമായും ഡിസ്ലൈക്ക് ചെയ്യണം. പക്ഷെ അൺസബ്സ്ക്രൈബ് ആയി പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ഈ പ്രസ്ഥാനത്തെ വിജയിപ്പിക്കുക. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് ഗുണപ്രദമായിട്ടുള്ള എം നോട്ട്സ് എഡ്യൂക്കേഷൻ ചാനലിന്റെ വിജയം നിങ്ങളുടെ കൈകളിലാണ് എന്ന് മനസ്സിലാക്കുന്നു. എല്ലാ നന്മകളും നേരുന്നു. നല്ല വിദ്യാഭ്യാസ കാലഘട്ടത്തിലൂടെ ഉത്തമ പൗരൻ, വിശ്വ പൗരൻ എന്നുള്ള ഒരു മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ നിങ്ങൾക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. സ്നേഹപൂർവ്വം നിങ്ങളുടെ മുഹമ്മദ് മുബാറക് മാസ്റ്റർ. നമസ്കാരം.